എല്ലാവർക്കും എന്റെ വിനീത പ്രണാമം. ഭാരതത്തിന്റെ നാരീശക്തിയുടെ ഒരു മഹാത്ഭുത പ്രകടനമായിരുന്നു, ചരിത്ര സംഭവമായിരുന്നു 75ാമത് റിപ്പബ്ലിക് ഡേ പരേഡിൽ ന്യൂഡൽഹിയിൽ രാജ്പഥിൽ നടന്ന അതിഗംഭീരമായ സ്ത്രീകളുടെ പരേഡ്. പല ഡിഫൻസ് ഫോഴ്സിനെയും റെപ്രസെന്റ് ചെയ്തത് ഈ പ്രാവശ്യം സ്ത്രീകളായിരുന്നു. നമുക്ക് അഭിമാനം കൊള്ളണം. ഭാരതത്തിന്റെ നാരീശക്തിയുടെ ആ ഉജ്ജ്വലത, പ്രൗഢത, മഹത്വം. നമ്മുടെ പൂർവികന്മാര് വേദത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, എത്ര നാര്യസ്തു പൂജന്തേ തത്ര ദുഷ്യന്തി ദേവത. എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത്, ആദരിക്കപ്പെടുന്നത്, അംഗീകരിക്കപ്പെടുന്നത്, ബഹുമാനിക്കപ്പെടുന്നത്, അവിടെയാണ് സർവ്വദേവീ ദേവന്മാരും പൂജിക്കപ്പെടുന്നത്. അവര് ഈ സ്ത്രീകളുടെ മഹത്വം കാണുമ്പോൾ അവര് പോലും നമിച്ചു പോകുന്നതാണ്. വേദത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, മാതൃദേവോ ഭവ. അത് കഴിഞ്ഞിട്ടാണ് പുരുഷന് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്ത്രീകളെ എത്രമാത്രം ആദരിച്ച സംസ്കൃതിയുടെ മണ്ണ്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്തേ 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 നമോ നമ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത കരുണാരൂപേണ സംസ്ഥിത ദയാരൂപേണ സംസ്ഥിത ശ്രദ്ധാരൂപേണ സംസ്ഥിത. ഇങ്ങനെ നമ്മുടെ ദേവി മഹാത്മ്യത്തിൽ സ്ത്രീയെ വർണ്ണിച്ചിരിക്കുകയാണ്, ദേവി ശക്തി വർണ്ണിച്ചിരിക്കുകയാണ്. എവിടെയാണോ സ്ത്രീ ശക്തി ആദരിക്കപ്പെടുന്നത്, സംരക്ഷിക്കപ്പെടുന്നത്, അവരുടെ നേതൃത്വം ഉണ്ടാവുന്നത്, ആ രാജ്യത്തിന് ഐശ്വര്യവും ഐക്യവും ഒത്തൊരുമയും, അവിടെയാണ് സമാധാനം ഉണ്ടാവുക. അവിടെ സമാധാനം ഉണ്ടാകുമ്പോൾ ലോകത്തിനും അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഭാരതം ഒരു ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഈ പ്രാവശ്യത്തെ 75ാമത് റിപ്പബ്ലിക് ഡേ പരേഡിൽ അതിൽ 25ഓളം ടാബ്ലോസ് ഉണ്ടായിരുന്നു. അതിൽ ഓരോ സ്റ്റേറ്റിന്റെയും ടാബ്ലോസും, അതുപോലെ തന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പല ഏജൻസിയുടെയും ടാബ്ലോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മൈ ഗുഡ്നസ്, സ്ത്രീകൾക്ക് എന്തുമാത്രം ബഹുമാനവും ആദരവും അംഗീകാരവുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്ത്രീകൾ, പല സ്റ്റേറ്റിൽ നിന്നുള്ള സ്ത്രീകൾ ഒരുക്കിയ നൃത്ത വിരുന്ന്, മഹാത്ഭുതം എന്ന് പറയാം. മഹാത്ഭുതം. ഇതുവരെ ലോകം ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. കാണുന്നവർ കോരിത്തെരിച്ചുകൊണ്ട് എന്തൊരു അത്ഭുതമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രിജിയുടെ വിഷനായിരുന്നു നാരി ശക്തി. അദ്ദേഹത്തിനെ ഞാൻ നമിക്കുന്നു, അതുപോലെ ഗവൺമെന്റിനെ നമിക്കുന്നു. കാരണം ഇത് സാധ്യമാക്കി തീർത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി നമുക്ക് ഒരു പ്രതിജ്ഞ കൂടി ചെയ്യാം. അടുത്ത ലോകസഭാ ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് കഴിവുറ്റ നാരീ ശക്തികളെ പറഞ്ഞയക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, പ്രസംഗിക്കാൻ കഴിയുന്ന, അതാത് നാടിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന, നാടിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന, ഉജ്ജ്വലതയുള്ള, കരുത്തുള്ള, രാഷ്ട്രസ്നേഹമുള്ള, അങ്ങനെയുള്ള സ്ത്രീകളെ നമുക്ക് തെരഞ്ഞെടുത്തുകൂടെ? അതായിരിക്കട്ടെ നമ്മുടെ അടുത്തൊരു പ്രതിജ്ഞ. കേരളത്തിന് അത് സാധിക്കണം. കുറെ കാലമായില്ലേ പുരുഷ മേധാവിത്വം ഈ രാഷ്ട്രീയത്തിൽ കടന്ന് കളിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് നല്ല കഴിവുള്ള സ്ത്രീകളെ പറഞ്ഞയച്ചുകൂടാ? നമുക്ക് സാധിക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കഴിവുറ്റ സ്ത്രീകളെ പാർലമെന്റിലേക്ക് ഈ പ്രാവശ്യം പറഞ്ഞയക്കൂ. ഏതായാലും പാർലമെന്റില് 33% സംവരണം സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഈ പ്രാവശ്യം കേരളത്തിൽ നിന്ന് ആരംഭിക്കട്ടെ അതിന്റെ പ്രയാണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ പ്രാവശ്യം ഡൽഹിയിൽ കണ്ട സ്ത്രീകളുടെ ആ ഉജ്ജ്വലമായ അവരുടെ ശക്തി, കരുത്ത്, ഊർജം നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഭാരതം സുരക്ഷിതമാണെന്ന്, നമ്മുടെ ഭാരതം ഒരു മഹത്തായ സംസ്കാരത്തിലേക്ക് ഉയരുന്നു എന്ന് ഒരിക്കൽ കൂടി ആ മാതൃശക്തിയെ നമിച്ചുകൊണ്ട്, എവിടെയാണോ മാതൃശക്തി പൂജിക്കപ്പെടുന്നത്, ആദരിക്കപ്പെടുന്നത്, അവിടെയാണ് ഐശ്വര്യവും അഭിവൃദ്ധിയും ഐക്യവും, അവിടെയാണ് ഈശ്വരൻ സന്തോഷിക്കുന്നത്. സ്ത്രീകളെ അവജ്ഞ ചെയ്യുന്ന, സ്ത്രീകളെ മാറ്റി നിർത്തുന്ന, സ്ത്രീകളെ മൂടിക്കെട്ടി അവരെ രണ്ടാം തരം ഒരു പൗരന്മാരാക്കി താഴ്ത്തിക്കെട്ടുന്ന സമൂഹത്തിൽ ഒരു ഈശ്വരനും സന്തോഷിക്കുകയില്ല. അവിടെ ഈശ്വരൻ കരയുകയാണ് ചെയ്യുക. ഇവിടെയാണ് ഈശ്വരൻ സന്തോഷിക്കുന്നത്. കാരണം മാതൃശക്തിയിൽ നിന്നാണ് ലോകശക്തി ഉണ്ടാകുന്നത്. മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത് തന്നെ അമ്മയിലൂടെയാണ്. ആ അമ്മയെ പൂജിക്കാത്ത, ആ അമ്മയെ ബഹുമാനിക്കുന്ന, ആ സ്ത്രീയെ ആദരിക്കാത്ത സമൂഹത്തിൽ എവിടെയാണ് സമാധാനം, ശാന്തി ഉണ്ടാവുക? അതുകൊണ്ട് നമുക്ക് 2024 ഇലക്ഷൻ വരുമ്പോൾ നല്ല കരുത്തുള്ള, കഴിവുള്ള, രാഷ്ട്രസ്നേഹമുള്ള, ഭക്തിയുള്ള
സ്ത്രീ ശക്തികളെ പാർലമെന്റിലേക്ക് അയക്കാൻ സാധിക്കട്ടെ. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്ന് പ്രാധാന്യം കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നാം കണ്ട മഹാത്ഭുതത്തിന് മുന്നിൽ നമിക്കുന്നു. പ്രണാമം.